അമേരിക്കൻ IT മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രൊഫഷണലുകൾക്കും H1B വിസയിൽ കഴിയുന്ന ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങൾക്കും തികച്ചും നിർണായകമായ ഒരു അടിയന്തര ഇമിഗ്രേഷൻ വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രമുഖ ക്രാഫ്റ്റിംഗ് ആൻഡ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ എറ്റ്സി തങ്ങളുടെ ആകെയുള്ള ജീവനക്കാരുടെ 12% പേരെ അടിയന്തരമായി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. കമ്പനിയുടെ ഉന്നത തലത്തിലുള്ള പുനഃസംഘടനയുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് എഞ്ചിനീയറിംഗ്, പ്രൊഡക്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള 200-ലധികം ജീവനക്കാരെ ഒറ്റയടിക്ക് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ വാർത്തയേക്കാൾ ഇതിൽ ഇമിഗ്രേഷൻ വിദഗ്ധരും വിസ അപേക്ഷകരും വളരെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത് കമ്പനിയുടെ ഇന്ത്യൻ വംശജനായ CEO കൃതി പട്ടേൽ ഗോയൽ നടത്തിയ നിർണായകമായ പ്രസ്താവനയാണ്. ഈ പിരിച്ചുവിടൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI സാങ്കേതിക വിദ്യ കാരണമല്ലെന്നും, എന്നാൽ കമ്പനിയുടെ ഭാവി വളർച്ചയ്ക്ക് ജീവനക്കാരുടെ കഴിവുകളും പ്രവർത്തന ശൈലിയും വീണ്ടും വികസിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമാണെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഈ വർഷം മാത്രം അമേരിക്കയിലെ 250-ലധികം IT കമ്പനികളിൽ നിന്ന് 1.5 ലക്ഷത്തോളം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ലേ ഓഫ് ഭീഷണി നേരിടുന്ന H1B വിസക്കാർ തങ്ങളുടെ നിയമപരമായ നിലനിൽപ്പും വിസ സ്റ്റേറ്റസും ഉറപ്പാക്കാൻ സ്വീകരിക്കേണ്ട അടിയന്തര ഇമിഗ്രേഷൻ തന്ത്രങ്ങളെക്കുറിച്ച് വിശദമായി നോക്കാം. അമേരിക്കൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ എച്ച്സി സമർപ്പിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം കമ്പനിയുടെ തീരുമാനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും ഏകോപനം മെച്ചപ്പെടുത്താനുമാണ് ഈ ലേ ഓഫ് നടപ്പിലാക്കിയത്. കമ്പനിയുടെ 2ാം പാദത്തിലെ വരുമാന കണക്കുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ട ജീവനക്കാർക്ക് കുറഞ്ഞത് 16 ആഴ്ചത്തെ അഥവാ 4 മാസത്തെ സെവറൻസ് പേയ്മെന്റും ജോലി ചെയ്ത വർഷങ്ങൾക്ക് അനുസരിച്ചുള്ള അധിക തുകയും 12 മാസത്തെ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നൽകുമെന്ന് കമ്പനി ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ H1B വിസക്കാരായ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സെവറൻസ് തുക ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ വിസ സ്റ്റേറ്റസ് സുരക്ഷിതമാകണമെന്നില്ല. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമപ്രകാരം ഒരു H1B ജീവനക്കാരന് ജോലി നഷ്ടപ്പെട്ടാൽ അവരുടെ പക്കൽ കൃത്യമായി 60 ദിവസത്തെ സാവകാശമുണ്ട്. ഇതിനെയാണ് H1B 60 days ഗ്രേസ് പീരീഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ മലയാളികളായ പല പ്രൊഫഷണലുകളും വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് ഈ കൗണ്ട് ഡൗൺ എപ്പോൾ തുടങ്ങുന്നു എന്നതിലാണ്. കമ്പനിയിൽ നിന്നുള്ള സെവറൻസ് പേ തുക ലഭിക്കുന്ന അവസാന തീയതിയല്ല ഗ്രേസ് പീരീഡിന്റെ തുടക്കം, മറിച്ച് നിങ്ങളുടെ അവസാനത്തെ ആക്റ്റീവ് വർക്കിംഗ് ഡേ അഥവാ സ്ഥാപനത്തിൽ ജോലി ചെയ്ത അവസാന ദിവസത്തിന് തൊട്ടടുത്ത ദിവസമാണ് 60 ദിവസത്തെ ക്ലോക്ക് ഓടാൻ തുടങ്ങുന്നത്. ഇതിൽ അനാസ്ഥ കാണിച്ചാൽ 60 ദിവസത്തെ സമയം പെട്ടെന്ന് അവസാനിക്കുകയും അപേക്ഷകർ ഡീപ്പോർട്ടേഷൻ നോട്ടീസ് അല്ലെങ്കിൽ ലീഗൽ സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടെന്ന അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. IT മേഖലയിൽ പുതിയൊരു തൊഴിലുടമയെ കണ്ടെത്താൻ വൈകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അമേരിക്കൻ ജീവിതം സുരക്ഷിതമാക്കാൻ പ്രധാനമായും 4 ഇമിഗ്രേഷൻ ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്താം. ഇതിൽ ഒന്നാമത്തേതാണ് B2 വിസിറ്റർ വിസയിലേക്കുള്ള താൽക്കാലിക മാറ്റം. നിങ്ങളുടെ 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് USCISൽ ഫോം I-539 സമർപ്പിച്ച് വിസിറ്റർ വിസയിലേക്ക് എക്സ്ചേഞ്ച് ഓഫ് സ്റ്റേറ്റസ് അപേക്ഷിക്കുകയാണെങ്കിൽ ആ അപേക്ഷയിൽ USCIS തീരുമാനം എടുക്കുന്നതുവരെ നിങ്ങൾക്ക് അമേരിക്കയിൽ നിയമപരമായി തുടരാവുന്നതാണ്. ഈ സമയപരിധിക്കുള്ളിൽ പുതിയ ജോലി കണ്ടെത്തുകയും പുതിയ കമ്പനി തയ്യാറാകുമ്പോൾ വീണ്ടും B2 വിസയിൽ നിന്ന് H1B വിസയിലേക്ക് സ്റ്റേറ്റസ് മാറ്റാൻ ഹർജി ഫയൽ ചെയ്യുകയും സാധിക്കും. രണ്ടാമതായി, നിങ്ങളുടെ പങ്കാളി H1Bയിലോ L1 വിസയിലോ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഫോം I-593 വഴി ഫോം H4 അല്ലെങ്കിൽ L2 ഡിപെൻഡന്റ് വിസയിലേക്ക് മാറാൻ സാധിക്കും. നിങ്ങളുടെ പങ്കാളിക്ക് അപ്രൂവ് ചെയ്ത I-140 ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അപേക്ഷ സമർപ്പിച്ച് H4 EAD സ്വന്തമാക്കി ഏതു മേഖലയിലും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. മൂന്നാമതായി, യൂണിവേഴ്സിറ്റികൾ, നോൺ പ്രോഫിറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങിയ ക്യാപ് എക്സം സ്ഥാപനങ്ങളിൽ ജോലി കണ്ടെത്തിയാൽ വർഷത്തിൽ ഏത് സമയത്തും വിസ ലോട്ടറിയുടെ തടസ്സമില്ലാതെ H1B ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കാം. നാലാമതായി, H1B പോർട്ടാലിറ്റി റൂൾ നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട്. പുതിയ തൊഴിലുടമ നിങ്ങളുടെ H1B ഹർജി USCISൽ സമർപ്പിച്ച് വിസ അപ്രൂവൽ കിട്ടുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. ഹർജി ഫയൽ ചെയ്തതിനു ശേഷമുള്ള ഒഫീഷ്യൽ റെസിപ്റ്റ് നോട്ടീസ് ലഭിച്ചാൽ തന്നെ നിങ്ങൾക്ക് പുതിയ കമ്പനിയിൽ നിയമപരമായി ജോലി ആരംഭിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിനകം ഫോം I-140 അപ്രൂവൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രീൻ കാർഡ് പ്രക്രിയയിൽ വലിയൊരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കും. നിങ്ങളുടെ I-140 അപ്രൂവൽ ആയിട്ട് 180 ദിവസത്തിൽ കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ കമ്പനി നിങ്ങളെ പിരിച്ചുവിട്ടാലും പഴയ കമ്പനി അത് റദ്ദാക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ മുൻഗണനാ തീയതി അഥവാ പ്രയോറിറ്റി ഡേറ്റ് നഷ്ടമാകില്ല. പുതിയ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷം PERM പ്രക്രിയ വീണ്ടും ചെയ്യേണ്ടി വരുമെങ്കിലും
പഴയ പ്രയോറിറ്റി ഡേറ്റ് പുതിയ അപേക്ഷയിലേക്ക് പോർട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അമേരിക്കൻ IT വിപണിയിൽ വരും മാസങ്ങളിലും പുനഃസംഘടനകൾ തുടരുമെന്ന റിപ്പോർട്ടുകൾ ഉള്ളതിനാൽ H1B വിസക്കാരായ എല്ലാ മലയാളികളും തങ്ങളുടെ I-94 എക്സ്പയറി തീയതിയും പാസ്പോർട്ട് കാലാവധിയും എപ്പോഴും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. കൃത്യസമയത്ത് ശരിയായ ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെ ഉപദേശം തേടുകയും മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. ഇത്തരം നിർണായക പ്രവാസി വിസ വാർത്തകൾക്കും നിയമമാറ്റങ്ങൾക്കും ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.